നമസ്കാരം. വിനോദ് കുമാർ വേട്രാടി. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നുള്ളതിനെ സംസാരിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രം, നന്നായി സംസാരിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രം കാണുന്നവരാണ് ഭൂരിഭാഗം പേരും. പലപ്പോഴും ലാംഗ്വേജ് പഠിക്കാനുള്ള ആവശ്യമായി എത്തുന്നവർ എങ്ങനെ ഇംഗ്ലീഷ് ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ നന്നായി സംസാരിക്കാം എന്നുള്ളതിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. അതൊരു പക്ഷേ അവരുടെ ജോലി സ്ഥലത്ത് ഉള്ള മികവിനും പ്രൊമോഷനും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ പാസ്സാവുന്നതിന് വേണ്ടിയൊക്കെ ആയിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ലിസ്ണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ഈ 4 ലിംഗ്വിസ്റ്റിക് മൊഡ്യൂൾസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പരസ്പര കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൂടിയാണ്. ഇറ്റ് ആക്ച്വലി മീൻസ് ഈ ഓരോ മോഡ്യൂൾസും ലിസ്ണിംഗ് ആയിക്കോട്ടെ, റീഡിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, സ്പീക്കിംഗ് ആയിക്കോട്ടെ, ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം മികവുണ്ടായാൽ അതിന് നമുക്ക് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ലാംഗ്വേജ് സോ കോൾഡ് ഇംഗ്ലീഷ്, നിങ്ങൾ സ്പീക്കിങ്ങിൽ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സ്പീക്കറായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും സ്പീക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിലുള്ള ഒരു എക്സസൈസ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് നിങ്ങൾ ചെയ്യണം. പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾ ലിസ്ണിങ്ങും റീഡിങ്ങും റൈറ്റിങ്ങും കൂടി എൻഹാൻസ് ചെയ്താൽ മാത്രമേ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് സാധ്യമാവുകയുള്ളൂ. ഐ മീൻ ഇഫക്റ്റീവ് സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ പോലും സാധ്യമാവുകയുള്ളൂ. So there is a saying like if you listen well, you can speak well. And if you read well, you can write well. So understand that listening, reading, writing, and speaking are complementary to each other. Thank you very much.